എടാ നീ ഗോട്ട് സിനിമ ഉണ്ടോ? ഗോട്ട് സിനിമ കണ്ട് കണ്ട് മൂത്രം ഒഴിച്ചു പോയി. ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്നും വേണ്ട മാറ്റി മാറ്റി പറ്റിച്ചേ. ഹലോ ഗൈസ്, സൺഡേ ആയി കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേക്കാനും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനും, പ്രത്യേകിച്ച് 28 വയസ്സുള്ള ബാച്ചിലേഴ്സിന്. അതുകൊണ്ട് നമ്മളൊക്കെ രാവിലെ കടയിൽ പോയി കഴിക്കാറാണ് പതിവ്. അപ്പം പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ 3 ദിവസം പൂനെയിലായിരുന്നു. പൂനെയിലായിട്ട് വന്ന് ഭയങ്കര ടയർഡായിരുന്നു. ഇന്നലെ രാത്രി 5 മണിക്കടുക്കാണ് തുടങ്ങിയതാണ്. എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച ഹാങ് ഓവറല്ലേ, യാത്രയുടെ ഹാങ് ഓവർ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ രാവിലെ ബാംഗ്ലൂർ നല്ല അടിപൊളി മലയാളി ഫുഡ് കിട്ടുന്ന ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ആദ്യം അബീഷിൻ്റെ റൂമിൽ ഇപ്പം അബീഷിൻ്റെ റൂമെത്തി. അങ്ങോട്ട് കയറിപ്പോൾ എന്തെടുക്കുവാന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഇതാണ് അബീഷ് റൂമ കേട്ടോ, ഭയങ്കര വൃത്തിയാണ്. നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ റൂം ഇങ്ങനെ വരാം. തിരിയണത് 3-4 മാസം കഴിഞ്ഞാൽ കല്യാണം. തിരിയണത് നീ ഇങ്ങനെ നാണങ്ങളല്ലേ? നീ ഇതെവിടെയെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്താലോ? ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനാണോടാ റൂമൊക്കെ ഉണ്ടോ? ഭയങ്കര സെറ്റപ്പാ. ഇതെന്താടാ നിലത്ത് അബീഷിന്റെ പേര് ഉണക്കാൻ പറ്റാൻ വേണ്ടി കേട്ടോ. നമ്മൾ ഉണക്കത്തെ ഇങ്ങനെയൊക്കെയാ. കിച്ചണിലെന്നുണ്ട്? കിച്ചണില് പാത്രങ്ങളുണ്ട്. എന്താ അവസ്ഥയാടാ? അച്ചാറ് മുട്ട എല്ലാ റൂമിലും ഉണ്ടല്ലേ? എടാ ഷിജി, ഇന്നലെ നീ വണ്ടിക്ക് ജാക്കിയൊക്കെ വെച്ച് നേട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? പക്ഷെ പറയുന്നല്ല, നീയാ ജാക്കി വെച്ചേ, നീയാ പ്രേരിപ്പിച്ചെന്നാ പറയുന്നത്. ജാക്കി എടുത്തോട്ട് ഞാൻ വെച്ചത്. പക്ഷെ കേട്ടോ, കല്യാണപ്രായമൊക്കെ ആയി. അടുത്ത മാസം കല്യാണോ? നീ ഇങ്ങോട്ട് നോക്കിട്ട് പറ. ഇങ്ങനെ നാണം കെട്ടല്ലേ? പെട്ടെന്ന് ഇങ്ങോട്ട് നോക്ക്. ഓ, പിന്നെ കണ്ട കോഹ്ലിയെ പോയില്ലയോ? സ്ക്രീനിൽ കാണുമ്പോ അപ്പോഴത്തേക്ക് ചാടയായി. 1001 ചെട്ടി ഫോട്ടോ എന്റെ ഇരിപ്പുണ്ട്. പാൻറ് തുറന്നിങ്ങനെ ഇരിക്കുന്നില്ലേ? അത് ഞാൻ ആദ്യം ഇടും. എടാ കുറവെങ്കിലും പോയാലോ? നൈറ്റ് പോവാം. അങ്ങനെയല്ല പറയണ്ടേ, നേരത്തെ പറഞ്ഞ സാധനം പറയണം നീ. എടാ അഭിപ്രായം പറ. അഭിപ്രായമൊന്നുമില്ല, നൈറ്റ് പോവാം നമുക്ക്. അതായിരിക്കും നല്ലത്. നൈറ്റ് പോയിട്ട് എന്തിനാ? നൈറ്റ് പോയിട്ട് ഫുഡ് കഴിക്കാൻ. കോറമംഗലെ പോയിട്ട് കോറമംഗലെ പോയി ഫുഡ് കഴിക്കാൻ. നല്ല ഫുഡ് കിട്ടും. കോറമംഗലെ നല്ല ഫുഡ് കിട്ടുന്ന എവിടാ? അഭിഷേക് പറഞ്ഞു കൊടുക്ക്. കോറമംഗലെ പോകുന്നത് കർച്ചീഫ് ഫുഡ് എടുക്കണേ. ഇപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. കോറമംഗലെ പോകുമ്പോ ഒരു കർച്ചീഫ് ഫുഡ് എടുക്കണേ. എന്തിനാ? പൊല്യൂഷൻ. അതല്ല, നിന്നെ ഇവിടെ ഇങ്ങനെ ഒഴിക്കുമ്പോഴുണ്ടല്ലോ, നീ പോയി തുടയ്ക്കാൻ വേണ്ടിട്ട് നിന്റെ നാച്ചുറൽ ആക്ടിങ് ആവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കിട്ടും. നീ മുഖത്തോട്ട് നോക്കടാ സീനെ. 10 മണി ഫുഡ് കിട്ടൂല. ഓ, നീ 12 മണിക്ക് പോയിട്ട് മലബാറി ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ? ഫുഡ് കഴിക്കാൻ പോ. മലബാർ ഫുഡ് കിട്ടിയപ്പോൾ ഷിജിന്റെ സന്തോഷം. എനിക്കെന്താ പുട്ട? എനിക്ക് പുട്ടല്ല,
എനിക്കെന്താ വേണ്ടേ? അല്ല എനിക്ക് ഫുഡല്ല, എനിക്ക് മസാല ദോശ. പൂരി ചെറുക്കച്ച് ഓണ് നാണം വരുന്നത്. നീ പറഞ്ഞാലേ കണ്ടന്റ് എടുത്തോളൂ. ഫുഡ് കഴിച്ചിട്ട് പറയാനാ? ഫുഡ് കഴിക്കുമ്പോൾ പറയാം. നല്ല അടിപൊളി ഫോട്ടോ എടുക്കാം. ഒരു പോസ് ചെയ്യും. മണ്ടായൊരു വീഡിയോയാ. ഷിജിന്റെ പുട്ട്, അലീഷിന്റെ പുട്ട്, ഷിജിന്റെ പുട്ട്. സന്തോഷം സന്തോഷം. എനിക്കെങ്കിലും വെയിറ്റ് ചെയ്യണോ നീ? എന്ത് ചെറ്റകളാടാ. നല്ല എടാ പൂരി വന്നിട്ട് പൂരി വന്നിട്ട് എടാ എനിക്കൂടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൊതി കൊടുത്തില്ലേ. ഏൽക്കാൻ പോകുന്നില്ല. അഭിഷേക് എങ്ങനെ ഉണ്ടാ പുട്ട്? ഇത് പുട്ട് എങ്ങനെ ഉണ്ടാ? പുട്ട് നല്ലുണ്ട്. മറ്റേ സാധനം പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. അവസാനം വന്ന എനിക്കാ, അവസാനം വന്ന എന്റെ പ്ലേറ്റാ. എന്താ അഭിഷേകിന്റെ പ്ലേറ്റും കാര്യമായിട്ട് ആദ്യം കിട്ടിയതാ. 3 വിരള വെച്ച് തിന്നോണ്ടിരിക്കുന്നു. ഇവിടെ കടലയുടെ വഴി പീസ് എടുക്ക്. സ്ലോ മോഷൻ. പറയടാ, എന്തെങ്കിലും പറയടാ. നീ മുഖത്ത് വെച്ചാൽ ഞാൻ സ്കാൻ ആയി പോകും. ഒന്നും വേണ്ട. ನಾಣಿಕಲ್ಲೇ 3 ಟೀ ಕುಡಿಯೋಣ ಅಣ್ಣ ಅಣ್ಣ ಟೀ ಎಲ್ಲ ಕೊಡ್ತೀನಿ. ಐಡಿ ಹೇಳಿ, ನಾ ಐಡಿ ಫಾಲೋ ಮಾಡ್ತೀನಿ, ಲೈಕ್ ಮಾಡ್ತೀನಿ. ಅದ ಬಿಟ್ಟು ವಿಡಿಯೋ ಮಾಡಿ ಪ್ಲೀಸ್. ಬೆಲ್ ಬಟನ್ ಪ್ರೆಸ್ ಮಾಡಿ. ಬೆಲ್ ಬಟನ್ ಫುಲ್ ಡ್ರಾಪ್ ಫಂಡ್ಸ್ യൂട്യൂബിൽ അടിച്ചാൽ മതി. ഫുൾ ഡ്രാപ്പ് ഫണ്ട്സ്. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഒന്നും വേണ്ട മാറ്റി മാറ്റി പറ്റിച്ചേ. ശരിയെങ്കിൽ ചേട്ടാ അച്ഛൻ്റെ ഷർട്ടിന്റെ സൈസ് ചോദിക്കാൻ നേരത്തെ പറയാം. ഒരച്ഛന് XL, അടുത്ത അച്ഛന് XXL. ഒരച്ഛനും ഒരു അമ്മായി അച്ഛന് അങ്ങനെ പറയണം. എടുത്താ പൊട്ടത്തലേ പറയുള്ളൂ. എന്താ അവസ്ഥയാ? ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഇതാ. ഷിജിന് അവൻ്റെ അമ്മായച്ചൻ എടുക്കുന്ന ഷർട്ട് ഏതാണെന്നറിയാമോ? കാണിച്ചു തരാം. ഗോവയിൽ പോയിട്ട് വരട്ടെ. 10,000 ഇടും. 10,000 എന്തിനാ? കാലില് വാദം മസാജ് ചെയ്യാൻ. എന്താ അവസ്ഥയാ? എന്ത് കളക്ഷൻ? ഡ്രസ് കളക്ഷൻ. 30 ഷിജിന്റെ ഡ്രസ് എടുക്കാൻ വന്നയാ. നോക്ക് ഇപ്പൊ കടക്കാരെ ഇവനാ. അപേക്ഷ സാധനം വാങ്ങും. നീ വീട്ടിൽ നിന്ന് ചെയ്യല്ലേ ഇതൊക്കെ? എടാ നല്ല പുതിയ വെറൈറ്റി ഉള്ള എന്തിനൊക്കെ എടുക്ക്. ഓണം കളക്ഷൻസ് ഇപ്പോഴും പാൻ്റെ അടുക്കായിരുന്നു വലിച്ചവരിട്ടേക്കുന്ന.
പിന്നെ ആരട്ടെ ഇതെല്ലാം നീട്ടെ ഇറങ്ങണ കൂട്ടി വല്ലവന്റെ കടയിൽ കയറി ആൾക്കാർ കിടന്ന് കളിക്കുവാ. എടാ ഷിജിനെ ആ ചേട്ടൻ പറയാമേ പോന്നതിന് മുമ്പോട്ട് ഇവിടുന്ന് വലിച്ചു വരട്ടെ എല്ലാ സാധനവും മടക്കിയിട്ട് പോവാൻ. അതിന് മടക്കുമായിരുന്നു ഈ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. നോക്കണ്ടേ എടാ നീ അണ്ടി കുറച്ച് മേലോട്ട് താത്ത് അങ്ങനല്ലടാ. ഞാൻ ഇങ്ങനെ പിടിക്കട്ടെ. ഷിജി ചെക്കന്റെ കല്യാണം ഇതുകൂടെ വെച്ചോ. എടാ കാൽവിൻ ക്ലീൻ. എടാ ഇത് നിന്റെ കല്യാണത്തിന് പോകാം. ഞെട്ടട്ടല്ല ഒരു കല്യാണത്തിന് എടുക്കാൻ വേറെ ഉണ്ട്. എല്ലാ പ്രിപ്പറേഷനും ഉണ്ടല്ലേ. ആദ്യമേ എല്ലാം സെറ്റൊക്കെ വെച്ചേക്കോല്ലയോ. എന്ത് പേടിച്ചാലോ? എന്താ പറഞ്ഞ? അല്ല ഒന്നുമില്ല, നല്ല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് റൗണ്ട് ഫിഗർ ആക്കിട്ട് 2000 ഷട്ടി വാങ്ങിയിട്ട് മൊത്തം സന്തോഷം നോക്ക്. അങ്ങനെ ഫൈനലി ഷിജിന്റെ കല്യാണത്തിനുള്ള കല്യാണം പ്രമാണിച്ച് ആദ്യത്തെ ഓണത്തിനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞു. നീ ഡ്രസ്സ് കാണിച്ചു കൊടുക്ക്. ഷിജി ഷട്ടി എടുത്ത്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. എത്ര വർഷങ്ങൾക്ക് ശേഷം പണ്ട് എവിടെ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ ഇടിപ്പിച്ച ഷട്ടിയാ. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ ഇടാതിരുന്നു, പിന്നെ ഇപ്പഴാ ഇട്ട് തുടങ്ങുന്നേ. ഇതാണ് ഉണ്ണി. ഉണ്ണിയുടെ 5 വർഷത്തെ പ്രണയം എടാ പല്ലിലെ കമ്പിയിട്ട് ഒരു മാറ്റമില്ലല്ലോ. ഉണ്ണി വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ. ക്ഷീണം കാണുമല്ലോ, ക്ഷീണം കാണുമല്ലോ. ഇവന്റെ ചങ്കാണ് ഇവൻ. ഇവൻ എന്ത് ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാലും എല്ലാം ഇവനുള്ളതാ. അത്രയ്ക്കൊന്നും ഇല്ല. പണ്ട് മിണ്ടായി. പണ്ട് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഉണ്ണിയില്ലാത്ത നമ്മുടെ കമ്പനി ഇല്ല. ഇവൻ പോയി കഴിഞ്ഞത് പിന്നെ നമ്മുടെ കമ്പനിയിൽ കുറെ നാൾ ജീവൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ജീവൻ ഗോട്ടിലും ജീവൻ എന്റെ മോനെ 3 മണിക്കൂർ പോയ സാധനം എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തിയതാ. 3 മണിക്കൂർ കുറെ നല്ല സീനുകളൊക്കെ ഉണ്ടായിരുന്നു. വിജയന്റെ ഇത് പറയാം. അതുകൊണ്ട് മാത്രമല്ല വീഡിയോ എടുക്കുന്നുണ്ട്. അതിന് സത്യം പറ, എനിക്ക് ഓഫ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട് കമ്പനി? എന്ത് നിന്റെ കൂട്ടുകാരൊക്കെ? ഇന്നലെ രാത്രി പബ്ബിലൊന്നും പോയില്ല? എടാ 5 വർഷമായിട്ട് പാട്ടയില്ല പാപ്പ. ഇവന്റെ അല്ല, ഇവന്റെ പിന്നെ ലൈൻ സെറ്റായിട്ട് 5 വർഷമാവുന്നു. പക്ഷെ ലൈൻ സെറ്റായി എത്രാമത്തെ വയസ്സിലാന്ന് അറിയാമോ? ലൈൻ സെറ്റായി എത്രാമത്തെ വയസ്സിലാന്ന് പറഞ്ഞത്? 15ാമത്തെ വയസ്സിലാണ് ലൈൻ സെറ്റ്. 15ാമത്തെ വയസ്സില് 15ാമത്തെ വയസ്സിൽ ലൈൻ സെറ്റായി. അവക്ക് 15 വയസ്സ്. ഇവന് എത്ര? നിനക്ക് എത്രയായിരുന്നു? ഇവന് എത്ര? 21 അല്ല. അപ്പൊ അവക്ക് എത്ര വയസ്സായിരുന്നു? 16. അന്നെങ്കിലും എന്തെങ്കിലും ആയായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇന്ന് നമ്മളെ ഇവനെ ഇന്ന് നമ്മളെ കണ്ണൂര് പോയി കാണാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവനൊരു കേസുണ്ട് നാട്ടില്. നാട്ടിലെ കേസിനെ പറ, നാട്ടിലുള്ള കേസ് പറ. ഇനി കുറച്ച് ഞാൻ എടുക്കട്ടെ. അറിയില്ലല്ലേ, മോഹം കാണിക്കാൻ പേടിയാണ്. Huldra Funds. It's our new podcast channel. ഇത് ബീപ്പ് സൗണ്ട് ഇടണേ. ബീപ്പ് സൗണ്ട് പള്ളി കമ്പിടിക്കുന്നുണ്ടോ? 2 സൈഡിൽ ഇവര് മയർ ചീത്ത വിളിക്കായി കിടത്തുണ്ടി. എടാ നീ എന്താ ഇങ്ങനെയുള്ള പാൻ്റൊക്കെ ഇട്ട്?
എന്റെ മോനെ നിന്റെ ഓണർ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ. എടാ ഇന്നലെ നിന്റെ ഓണർ അങ്ങ് കൊണ്ടുപോയില്ല അതിനെ? രാവിലെ പോയിരുന്നു പള്ളിയിൽ പോയത്. ഈ പള്ളിയിലൊക്കെ പോയി തുടങ്ങി. ഓ ഇനി പോണല്ലോ, ഇനി പോണല്ലോ പള്ളിയിലൊക്കെ. അഭീഷ് വരെ പോകുന്നില്ല, ഉണ്ണി പോയി തുടങ്ങി. അഭീഷ് ക്രിസ്ത്യനാ. അഭീഷ് പള്ളിയിൽ പോകുന്ന ആകെ എവിടെ, ഏത് പള്ളിയിലാ പോകുന്നത്? അല്ല അഭീഷ് ഒരു ആശ്ലിയാണ് നമ്മള് പോയിട്ടുണ്ടായിരുന്നു. ആശ്ലി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്. പണ്ട് അടിയായിരുന്നു. ആ കണ്ട ചെക്കന്മാരുടെ കൂടെയായിരുന്നു അഭീഷിന്റെ കൂടെ. അതൊരു കഥയാണ് ഗൈസ്. ആ കഥ നമുക്ക് പിന്നെ കേൾക്കാം ഗൈസ്. ആ കഥ ഈ കമ്പിയിട്ട പല്ല് വെച്ച് പറഞ്ഞു തരുമ്പോഴത്തേക്ക് രാത്രിയാവും. ഞാൻ അനീഷേട്ടനോട് പറഞ്ഞു, ചേട്ടാ ആശ്ലിനെ ഒന്ന് പരിചയപ്പെടുത്തുക, നമ്മളെല്ലാം പരിചയപ്പെടുത്തരാം. അപ്പൊ നിങ്ങളെ പറഞ്ഞാൽ എന്നിട്ട് ഞാൻ നടന്നു വരുന്നത് കമ്പനി കയറി സെക്കൻഡ് ഷിഫ്റ്റ് ഉച്ചക്ക് നടന്നു വരുന്നത് അനീഷേട്ടൻ മേലേക്ക് ഉണ്ട്, ആശ്ലിൻ നിൽക്കുന്നുണ്ട്. അനീഷേട്ടൻ അച്ചക്ക് ഒച്ചത്തിരി എടാ എനിക്കല്ല ആശ്ലിനെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അതിലെന്താ കോമഡി? ഞാൻ ചമ്മി പോയ. ഓ നീ അല്ലെങ്കിൽ ചമ്മാത്ത എന്നാ ഇനി ഇവന് ഇരിക്കണ് പൈസ. എടാ 5 വർഷമായിട്ട് ഷേക്ക് വേണം. ആ സമയത്തെങ്കിലും എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് കറക്റ്റ് മാസം ശമ്പളം. കമ്പനി ഓണറിന്റെ അടുത്ത ആള് ഒരേ പാത്രത്തിൽ തിന്നുന്നു, ഒരേ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നു. രാവിലെ എഴുന്നേക്കുമ്പോ പള്ളിയിലെ കമ്പി ഊരി താഴെ വീഴും. എന്തിനും പറ, ചെലപ്പോ മറ്റേ ചങ്ങാന്റെ വയലെടുക്കണ്ടല്ലോ കമ്പി. അവൻ പറഞ്ഞ കേട്ടോ. പറ, അത് നീ കണ്ടില്ല? ഷിജി ഷഡ്ഡി വാങ്ങി. ഇത്ര സൈസ് ഉണ്ട് ഷിജിനെ കൊണ്ട്. അത്ര ഉണ്ടോ? ഇല്ല, അവൻ കാണിച്ചിട്ട് വന്നു. ഓണക്കോടിയാ? നിനക്ക് ഓണക്കോടിയൊന്നും നിന്റെ പെണ്ണെടുത്ത് തന്നില്ല? അതെന്താ നീ കൊടുത്തില്ല ഓണക്കോടി? നീ അങ്ങനെയൊക്കെ ചോദിക്കാ, വൃത്തിയോടെ പറയത്തോളൂ. ഇത് സംഭവം എന്താ പറയാ, കുറച്ചും ഞാൻ കിട്ടുന്ന നീ എടുക്കാൻ. ചരിച്ചൊന്നും എടുക്കല്ലേ, യൂട്യൂബിൽ സ്ട്രൈറ്റ് ഇങ്ങനെ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നീ മാക്സിമം എടുക്കണം. എടാ നീ അടുത്ത ആഴ്ച നിന്നെ എനിക്ക് വേണം കേട്ടോ. അതെന്താ? അതിനല്ല ചേ, നീ ഉദ്ദേശിക്കുന്ന ആ പണിയൊക്കെ നിർത്തി ഇപ്പൊ നിന്റെ. പൈസ ലാഭിച്ച സത്യം 200 ഞാൻ. എടാ നിനക്ക് ഞാൻ ഷേക്ക് വാങ്ങി തരാം. എന്നാ അപ്പോഴത്തേക്ക് അവന്റെ കിണി നോക്ക്. കേറാനും അറിയത്തില്ല. പോലെ അവിടെ ചാർജർ എടുത്തോളാം. നീ കഫേയിൽ നിന്റെ അമ്മായിപ്പം ഇരിക്കുന്നു. നിനക്കോട് അറിയാന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എടാ പോലെ എടാ ചാർജർ എടാ ഇങ്ങനെ വൃത്തിയോടൊക്കെ പറയുന്നത് അതൊക്കെ വരും. ഞാൻ എന്ത് ചെയ്യത്തില്ല. എന്റെ മോനെ രാവിലെ എന്താ അടിച്ചേ? എടാ ചാർജർ എടാ ഒരു തമാശക്ക് ഷേക്ക് വാങ്ങി തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര് വാങ്ങി തരും? ഞാനല്ല, നീയാ വാങ്ങുന്നേ. ഈ ചാർജർ വെക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നേ. ഷേക്ക് ഇവന്റെ പറ്റില്ലേ? പറ്റി കുഞ്ഞിയുടെ ബെൽ അല്ലേ? എനിക്ക് മറ്റേ സാധനം മതിയായിരുന്നു.
മിൽക്ക് ഷേക്ക് ആണ്. മിൽക്ക് ഷേക്ക് അല്ല. ഓ ചിക്കുവിനകത്ത് പിന്നെ മിൽക്ക് അല്ല. ജോബിനുണ്ടോ അവിടെ? ജോബിനുണ്ടോ അവിടെ? കണ്ടോ ബാക്കി രണ്ടുപേരുണ്ട്. അവിടെ ക്ലാരിറ്റി ഇല്ല എടാ, എനിക്ക് നിന്നെ വേണം എടാ. നിന്റെ മറ്റേ വികാര സാധനം എടുക്ക്. ഈ കമ്പനിയിൽ നീ എല്ലാവരും വളയ്ക്കത്തില്ലേ ആ സാധനം എടാ ഒന്ന് നീ എല്ലാവരും വളയ്ക്കുന്ന ആ സാധനം ഐഫോണിനെ കുറിച്ച് കാര്യം പഠിക്കാൻ കിട്ടിയാ. ആൻഡ്രോയിഡ് യൂസേഴ്സാ. നീ നിക്ക്, ഞാൻ നിൽക്കുന്നില്ല. നീ ഫോട്ടോ എടുക്ക്. നീ അതിൽ പിടിച്ച ഇതില് അപ്പൊ നമുക്ക് അതിൽ കാണാല്ലേ ചാർട്ട് കിട്ടുന്നുണ്ടല്ലോ. ഞാൻ എന്താ പൊട്ടനോ? എന്താ പൊട്ടനോ? ഉണ്ണിയുടെ കയ്യുടെ ഇടയ്ക്കൂടി ഞാൻ സിംഗുണ്ട്. എടാ ഉണ്ണി കാണാൻ ദുൽഖറിനടക്കല്ലേ? എടാ നീ കണ്ണാടി നിൽക്ക്. ശരിക്കും തീർക്കണം. കണ്ണടിട്ടാ മമ്മൂട്ടി നീ കണ്ണാടി കണ്ണടിച്ചോ. ഇതെനിക്ക് പിള്ളേരെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. എന്റെ ചേച്ചിയുടെ കൊച്ചിനെ ഇതുവരെ പാക്കാന്നൊക്കെയാന്ന് പറയുന്നത്. ഇതിനെ ഫോട്ടോ ഇനി കാണിച്ചാൽ അത് ചോറ് തിന്നോളൂ. എടാ നീ ഗോട്ട് സിനിമ ഉണ്ടോ? ഗോട്ട് സിനിമ കണ്ട് മൂത്രം ഒഴിച്ചു പോയി. കണ്ട് സിനിമ ഉണ്ട്. പിന്നെ സാധനം കൊണ്ടുവന്നോ? കൊണ്ടുപോയില്ല അമ്മമാര്? ഒറ്റയ്ക്ക് അവര് പറ്റിച്ചേ. എന്റെ ഷിജി ഞാൻ അവര് കൊണ്ടുവരും. നീ ഇത് കേൾക്കുന്നുണ്ടോ? നീ ഇത് കേൾക്കുന്നുണ്ടോ? ഇവനെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല. ഞാൻ അവരെ കൊണ്ടല്ല, അവര് പോയില്ല. ഓണാസ് ഇവനെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല. പോയില്ലടാ. നീ ഇന്ന് പറയണ്ട. നീ പറ എന്താ സിനിമയ്ക്ക് കൊണ്ടുപോയനെ? പോയില്ല. നിന്നെ പറ്റിച്ചാ. നിന്നെ ഇനി അങ്ങനെ ഒന്നും കൊണ്ടുപോകത്തില്ല. ഫോട്ടോ ഞാൻ നിൽക്കിട്ടാ. ഇവന്റെ കല്യാണം കഴിയും. ഇവന് നോക്കിയാൽ കുഴപ്പമില്ല. നീയാ വിഷമിക്കണ്ട. നിനക്ക് എത്ര വയസ്സായി? എത്ര? 20? ഇവനും പെണ്ണ് സെറ്റായി. ഇവനും പെണ്ണ് സെറ്റായി. ഇവന് അടുത്ത മാസം കല്യാണം. ഇവന് 29 ആവാമോ? എനിക്ക് 26 ആയിട്ടുള്ളൂ. ഞാൻ പറയൂല. ഞാൻ ഇവനെ കാണാൻ ഇതിന് പറഞ്ഞാണ് അഭിഷേകിന്റെ മറ്റേ ഇതിൽ പറഞ്ഞ കണക്ക് അഭിഷേകിന്റെ ഷർട്ടിന് കുറെ ലൈനുണ്ട്. എന്നാലും അഭിഷേകിന്റെ ലൈനില്ല. ഡിസംബറിൽ നീ ഒന്നാക്കി എനക്കറിയില്ല. എനക്ക് അഭിനയിക്കാൻ നീ മറ്റേ കലാമണി ആദ്യം നീ ചിരിക്കണ്ടോ? നീ കരയുന്ന സീനില് മോഹൻലാൽ ഫാൻസാ ജീവിക്കാറ്. ജീവിച്ചോണ്ടിരിക്കല്ലേ? കുറച്ച് സൈഡ് കൊടുക്കണം. വഴി മുടക്കുക. സിനിമ നടന്മാരെന്നാ വിചാരം. അതൊക്കെ എടുക്കടാ. റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. പിള്ളേർ നോക്കുന്നില്ല. ഫാൻസ് കല്യാണം എല്ലാവരും കല്യാണത്തിന് കയറും. രാഹുലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കല്യാണത്തിന് കയറും. ജനുവരിയിലാണ് കല്യാണം. വിവാഹ മഹോത്സവം വലിയ ഫ്ലക്സ് അടിക്കാം. നിന്റെ പറഞ്ഞാൽ കാണത്തില്ലേ? അടിക്കാം. ഇവന്റെ കല്യാണം നമ്മ 4 ആളില് 3 ആൾ 2 ആള് സബ്സ്ക്രൈബേഴ്സ് അല്ല. ശരിയാണ്. സബ്സ്ക്രൈബർ ഇല്ല, നീ മാത്രമേ. ആദ്യത്തെ വീഡിയോ ഇങ്ങനെ ഊമ്പി വീഡിയോ എടുക്കുന്നത്. നല്ല വീഡിയോ എടുക്കുന്നത്. അത് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞു. നീ കാണിച്ച യൂട്യൂബ് ചാനൽ അത് നിന്റെ കാണിക്കണം. ആണ് നിന്റെ തന്നെ എടുത്തേ. നല്ലത് പറടാ. നല്ലത് പറ. ഈ ഫോട്ടോ കണ്ടട്ടെ. ഇതെന്റെ ചെറുപ്പ ഫോട്ടോയാ. എന്റെ ഫോട്ടോ ചെറുപ്പത്തെ ഫോട്ടോ നല്ല രസമുണ്ട് കാണാൻ. ചുള്ളം പയ്യൻ അത്ര ആ സമയത്ത് കൊറേ ലൈൻ ഉണ്ടായിരുന്നു. കൊറേ പെമ്പിള്ളേർക്ക് ഇങ്ങനെ വട്ടം കൂടാനുള്ള ചാൻസ് ഉണ്ട്. സർവമാരുണ്ടോ?
ഇരിക്കുന്നോ? ഇല്ലില്ല ഞാനൊന്ന് വലിച്ചു തീർത്തോട്ടെ. രാവിലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. സൺഡേ ആയി കഴിഞ്ഞാൽ ഉമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇതാ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് സമയം ഇപ്പം 2 മണിയായി. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് പോകാൻ നിർത്താൻ മഴ കിട്ടിയില്ല. ഞാനും കൂടി റൂമിൽ കയറി. അപ്പം ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.